ഹലോ ഫ്രണ്ട്സ് ഫിഷ് ഹണ്ടർ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ നിങ്ങളോട് ഇന്ന് വ്യത്യസ്തമായ ഒരു ആശയമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് മത്സ്യകൃഷി ഞാൻ ഒരു 5-8 വർഷമായിട്ട് തുടങ്ങിയിട്ടുള്ള ആളാണ്. അപ്പോൾ അതിനകത്തെ വിജയ പരാജയങ്ങളെ സംബന്ധിച്ചൊക്കെ എനിക്ക് കുറേയൊക്കെ അറിയാം. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഞാൻ ഈ മത്സ്യകൃഷി ഒരു കൊമേഴ്ഷ്യൽ രീതിയിലാണ് തുടങ്ങിയത്. മത്സ്യത്തെ ഉൽപ്പാദിപ്പിച്ച് വിറ്റ് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാം എന്നുള്ളതാണ്. അങ്ങനെ ഫിഷറീസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പലരും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് ലാഭകരമായിരിക്കും ഞാൻ വിചാരിച്ചത്. പക്ഷേ പ്രാക്ടിക്കൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് ലാഭകരം അല്ല എന്നുള്ളത് എനിക്ക് ഒരു വർഷം കൊണ്ട് തന്നെ മനസ്സിലായി. അപ്പോൾ ഞാൻ പിന്നെ എന്താ ചെയ്തത്? എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പതുക്കെ കുഞ്ഞുങ്ങളുടെ സെയിലിലേക്ക് മാറി. മീൻ കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ട് സെയിൽ ചെയ്യുന്ന രീതി. അപ്പോൾ ഞാൻ ഇവിടെ ബ്രീഡ് ചെയ്യുന്നില്ല, മറിച്ച് ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ കൽക്കട്ടയിൽ നിന്ന് കുറേ കുഞ്ഞുങ്ങളെ എയർപോർട്ടിൽ ഇറക്കി അവിടുന്ന് സെയിൽ ചെയ്യുമായിരുന്നു. എന്നാൽ കൽക്കട്ട കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും മോർട്ടാലിറ്റി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഫാമുകളിൽ, വലിയ വലിയ ഫാമുകളിൽ ട്രീറ്റ് ചെയ്തിട്ടിരിക്കുന്ന മത്സ്യങ്ങളുണ്ട്. അതിനെ കൊണ്ടുവന്നിട്ട് ₹1-2 മാർജിനിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് മറിച്ച് വിൽക്കുന്ന രീതിയാണ് എനിക്കുള്ളത്. ഇപ്പോഴും ഞാൻ അത് തന്നെ അനുവർത്തിച്ച് പോരുന്നത്. എന്നാൽ എയർപോർട്ടിൽ നിന്നുള്ള സീഡിൽ നിർത്തി. മറ്റേത് മോർട്ടാലിറ്റി എല്ലാം കുറവായിരിക്കും, ട്രീറ്റ് ചെയ്തിട്ടുള്ള മത്സ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതി അവലംബിച്ചു. അതോടുകൂടിയാണ് വാസ്തവത്തിൽ അതൊരു ലാഭത്തിലേക്ക് വരാൻ തുടങ്ങിയത്. പല വെറൈറ്റി മത്സ്യങ്ങളുണ്ട്. ഇപ്പോൾ മിക്കവാറുള്ള ഓർണമെൻ്റൽ ഫിഷും അതുപോലെ തന്നെ എഡിബിൾ ഫിഷും ഞാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ പിന്നെ ഞാൻ എന്തിനാണ് പിന്നെ കുറേ കുളങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും നിങ്ങളുടെ ചോദ്യം. അപ്പോൾ അതിൻ്റെ മറുപടി ഞാൻ പറയാം. ഇപ്പം നമുക്ക് അതിൻ്റെ കുളങ്ങളുടെ കാഴ്ചയിലേക്ക് എന്തിനാണ് ഞാൻ കുളങ്ങൾ സെറ്റ് ചെയ്തതെന്ന് ഞാൻ നിങ്ങളോട് പറയാം. എനിക്ക് നിരവധി കുളങ്ങളുണ്ട്. ഈ കുളം ഇത് ഒരു കുളമാണ്. അതുകൂടാതെ ഈ കാണുന്നത് വേറൊരു കുളമാണ്. ഇതൊക്കെ ആദ്യകാലത്ത് ബയോഫ്ലോക്ക് ചെയ്തിരുന്നതാണ്. എന്നാൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ മത്സ്യങ്ങളുണ്ട് കേട്ടോ. അതുകൂടാതെ എൻ്റെ പെരയുടെ ബാക്ക് വേസ്റ്റ് ഉണ്ട്. അതുകൂടാതെ എനിക്ക് അക്വേറിയം ഉണ്ട്. ഈ അക്വേറിയം ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ വിവിധ തരത്തിലുള്ള ഓർണമെൻ്റൽ ഫിഷുകളെല്ലാം അതിനകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അക്വേറിയങ്ങളിൽ ഓർണമെൻ്റൽ ഫിഷും അതുപോലെ തന്നെ കുറേ എഡിബിൾ ഫിഷും ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ, ഇതൊക്കെ എഡിബിൾ ഫിഷുകളാണ്. ഇതുണ്ടോ ഇത്. അപ്പോൾ ഇതിങ്ങനെ സൂക്ഷിക്കുന്ന ഉദ്ദേശം എനിക്ക് പെട്ടെന്ന് വരുന്ന ആളുകൾക്ക് കോരി കൊടുക്കാൻ എളുപ്പത്തിനാണ് ഞാനിത് ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നത്. ഉണ്ടോ, ഇതൊക്കെ എല്ലാം വരുമ്പോൾ എഡിബിൾ ഫിഷ്. പിന്നെ കുറേ ഇത് എഡിബിളാണ്. ഇതൊക്കെ ഓർണമെൻ്റൽ ഫിഷിലേക്ക് വരും. ഓർണമെൻ്റൽ ഫിഷ്, ഓസ്കാർ, അത് ഇത്. പിന്നെ ഇത് ഗോൾഡ് ഫിഷ്, അലങ്കാര മത്സ്യത്തിൽപ്പെടുന്നതാണ്. അപ്പോൾ അങ്ങനെ പല വെറൈറ്റി മത്സ്യങ്ങൾ. ഇത് ബ്ലാക്ക് മോർ എന്ന് പറയുന്ന ഇനമാണ്. കോയക്കാർപ്പ്, ഇങ്ങനെ നിരവധിയായിട്ടുള്ള മത്സ്യങ്ങൾ ഞാനിവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫൈറ്റർ പോലുള്ള ചില മത്സ്യങ്ങളും എനിക്കുണ്ട്, ഉണ്ടാകും. അപ്പോൾ അത് പിന്നെ അതുകൂടാതെ കുറേ ആക്സസറീസ്, ഇതിൻ്റെ ആക്സസറീസ് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വാസ്തവത്തിൽ വിൽക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇത് പരാജയപ്പെട്ട് പോകുന്നത്? നമുക്ക് ഈ മത്സ്യകൃഷി ഇങ്ങനെ, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള വിപണി ഇല്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിപണി കിട്ടുന്നില്ല. വിപണി ഇല്ലാതെ പിന്നെ നമുക്ക് എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുവന്നിക്കണം കഴിയും? ഇപ്പം ഞാൻ പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഞാൻ 1 കിലോ മീൻ ഉൽപ്പാദിപ്പിക്കാൻ തക്കണം എനിക്ക് വേണ്ടി ഏകദേശം ഞാൻ പറയാലോ, ഒരു 150 രൂപയ്ക്ക് മുകളിലാവുന്നുണ്ട്. ഈ മീൻ തീറ്റ തന്നെ കൊടുത്ത് നമ്മൾ മത്സ്യത്തെ വളർത്തി കഴിഞ്ഞിട്ട് 150 രൂപയ്ക്ക് മുകളിലുണ്ടെന്ന് ആകുന്നുണ്ട് നമുക്ക് 1 കിലോ മത്സ്യം ഉൽപ്പാദിപ്പിക്കാനായിട്ട്. ഈ മത്സ്യത്തെ നമ്മൾ ആരോടെങ്കിലും വില പറയുമ്പോൾ അവരോട് ഒരു 200 രൂപ 250 രൂപ വില പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നെറ്റി വിളിയും. അത് അവർക്ക് വേണ്ട. അവർ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന് വില കുറച്ച് കിട്ടാനുണ്ട്. പക്ഷേ ഇത് വിഷം ചേർക്കാത്തതാണ്, ജീവനുള്ള മത്സ്യമാണ്, ലൈവാണ്. ഇതൊന്നും അവരെ അതിനെക്കുറിച്ച് ബോധവന്മാരല്ല. വിശേഷിച്ച് കേരളത്തിലെ ആളുകൾ അവർ ബാർഗൈൻ ചെയ്ത് അവർക്കത് വേണ്ട. അപ്പോൾ അങ്ങനെ പിന്നെ എങ്ങനെ ഒരു മത്സ്യകർഷകൻ മുന്നോട്ട് പോകും? ഇല്ല. അപ്പോൾ അതുകൊണ്ട് മത്സ്യക്കുഞ്ഞുങ്ങളാണെങ്കിൽ ഈ പ്രശ്നങ്ങളില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യപ്പെടുത്താൻ പോകുന്നില്ല. അവിടെ മത്സ്യത്തെ എത്ര രൂപയുള്ളൂ, ഇവിടെ എത്രയേ ഉള്ളൂ, അങ്ങനെ പരിപാടിയൊന്നുമില്ല. കാരണം ഒന്നാമത് ഈ മത്സ്യത്തിൽ കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യുന്നത് കുറേ അകലങ്ങളിലാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അവിടെ പോയി വില അന്വേഷിച്ചിട്ട് ഇവിടെ വരുന്ന ആളുകൾ, അങ്ങനെയൊന്നും ആളുകളില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ചെറിയ മാർജിനിട്ട് ആ സാധനം വലിയ ഫാമുകളിൽ നിന്നെടുത്ത് മറിച്ച് വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ അത് ലാഭകരമായി പോകുന്നുള്ളൂ. എന്നാൽ മത്സ്യകൃഷി എന്തുകൊണ്ട് ലാഭകരം അല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞപ്പം അതിന് വിപണിയില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാരണം. അത് ആരും എടുക്കാൻ ആളില്ല. അതല്ലെങ്കിൽ ഞാൻ മറ്റ് വീഡിയോകളിൽ പറഞ്ഞതുപോലെ അതിന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി അതിനെ മാറ്റി കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ വില കിട്ടും. ഇപ്പം ഞാൻ പറയാമല്ലോ, ഇപ്പോൾ തിലോപ്പിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു 200 രൂപ തോതിൽ അല്ലെങ്കിൽ 180 രൂപ തോതിലൊക്കെ നമുക്ക് കിട്ടാറുണ്ട് ബൾക്കായിട്ട്. അത് മേടിച്ചിട്ട് ഈ പറഞ്ഞ പോലെ മസാലയൊക്കെ തേച്ച് വറുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മത്സ്യത്തിന് ഒരു 10-200 രൂപ തോതിൽ കിട്ടാൻ രീതിയിലേക്ക് എവിടെയെങ്കിലും ഒരു സ്ട്രീറ്റ് ഫുഡ് പോകണക്കുള്ള സംവിധാനത്തിൽ കൊടുക്കുകയാണെങ്കിൽ അത് മെച്ചപ്പെടുത്തി കൊണ്ടാകും. അല്ലാതെ നോർമൽ കേസിൽ അത് ലാഭകരമല്ല. അപ്പം ഞാനിത് തിരിച്ചറിഞ്ഞൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മത്സ്യകൃഷിയിലൂടെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അതിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക. അതല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ സെയിൽ. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 2 രൂപ 3 രൂപ മാർജിൻ നമുക്ക് അപ്പം തന്നെ കിട്ടുവാണല്ലോ, ഇല്ല താമസമില്ലല്ലോ. ആഴ്ച 1-2 പ്രാവശ്യം ഒരു മിക്കവാറും അത് ഒരാഴ്ച കൊണ്ട് തന്നെ ആ വിറ്റ് തീരും. നമ്മൾ എടുക്കുന്ന മത്സ്യം 1000-500 അല്ലെങ്കിൽ 2000 മീൻ എടുത്തു, അത് നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അത് വിറ്റ് തീരുമല്ലോ.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊക്കെ കിട്ടുന്നൊരു മാർജിൻ, അതാണ് ലാഭകരം. അതുകൊണ്ട് മത്സ്യകൃഷിയെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്ക് അങ്ങനെ ഒരു കാര്യങ്ങളിലേക്ക് തിരിയാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ചില ടിപ്സുകൾ പ്രദാനം ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു.